Guten Tag, I am Ganga. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിക്കിൾസ് അക്യൂസാറ്റീവ് കേസിലത്തെ ആർട്ടിക്കിൾസ് ആണ് നമ്മൾ പറയാൻ പോണേ. അപ്പോൾ അക്യൂസാറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ അതിലൊരു സബ്ജക്റ്റ് വെർബ് ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് അക്യൂസാറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തെന്ന് പറയുന്ന ആർട്ടിക്കിൾ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ അക്യൂസാറ്റീവ് കേസിലെ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ മസ്കുലിനിൽ ദെൻ, ബാക്കിയൊക്കെ നമ്മുടെ നോമിനാറ്റീവ് സെയിം ആണ്. ഫെമിനിൻ ദി, ന്യൂട്രൽ ദസ്, പ്ലൂറൽ ദി, ഇതൊക്കെ സെയിം ആണ്. നമ്മുടെ മസ്കുലിനിൽ മാത്രമാണ് ചേഞ്ച് വരുന്നുള്ളൂ. ഒരു ഇ എൻ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യും. ഉൻബെസ്റ്റിംറ്റർ ആകുമ്പോൾ അത് ഐനൻ ആവും മസ്കുലിനിൽ. ഫെമിനിൻ ന്യൂട്രൽ ഐനെ ഐൻ വരും. പ്ലൂറൽ നമ്മുടെ ആർട്ടിക്കിൾ ഇല്ല. ഉൻബെസ്റ്റിംറ്ററിൽ നമുക്ക് പ്ലൂറൽ ഇല്ല. പിന്നെ നെഗാക്സിയോൺ വരുന്നതും ഇ എൻ ആഡ് ചെയ്യും. കൈനൻ, കൈനെ, കൈൻ, കൈനെ. അപ്പോൾ അക്യൂസാറ്റീവിലെ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ആണ് ഇപ്പോൾ പറയുന്നത്. ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ഒരു സ്പെസിഫിക് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ പറയുമ്പോഴാണ് നമ്മൾ ബെസ്റ്റിംറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസ്കുലിനിൽ വരുന്നത് ദെൻ, ബാക്കിയെല്ലാം നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നോമിനാറ്റീവിൽ സെയിം ആണ്. മസ്കുലിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മസ്കുലിനിൽ ഇവിടെ ദെൻ ആണ് വരുന്നത്. ഈ സേ എ ദെൻ മാൻ, അവിടെ ഒരു പർട്ടിക്കുലർ മാനിനെ കണ്ടു എന്നാണ് പറയണത്. അപ്പോൾ ഫെമിനിനിലാണെങ്കിൽ ദി, ഇഫ് ദി ഫ്രൗ, ഐ മീറ്റ് ദ വുമൻ. ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരാളെ പറയുമ്പോൾ ഓബ്ജക്റ്റിനെ പറയുമ്പോഴാണ് നമ്മൾ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. അതായത് ന്യൂട്രലിൽ പറയുമ്പോൾ ദസ്, ഇഹ് കൗഫെ ദസ് ബുക്ക്, അതായത് ഐ ബൈ ദ ബുക്ക്. ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ബുക്കാണ് നമ്മൾ വാങ്ങിയെന്ന് ഇവിടെ നമുക്ക് ഇത് മനസ്സിലാവേണ്ടത്, ദ ബുക്ക്. അടുത്തത് പ്ലൂറൽ ദി, ഈ സേ ദി കിൻഡർ, ഐ സീ ദ ചിൽഡ്രൻ. അപ്പോൾ ഇതിനർത്ഥം ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഉൻബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ. അതെന്ന് പറയുന്നത് ഒരു നോൺ സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു നോൺ പർട്ടിക്കുലർ ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ പേഴ്സൺസിനെ പറയുമ്പോഴാണ് നമ്മൾ ഉൻബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസ്കുലിനിൽ ഐനൻ, ഒരു ഇ എൻ ആഡ് ചെയ്താൽ മതി. ബാക്കി എല്ലാം ഒരേപോലെ തന്നെ. നോമിനാറ്റീവ് കേസിലത്തെ മസ്കുലിൻ മാത്രമാണ് ഇവിടെ ചേഞ്ച് ആവണുള്ളൂ. അപ്പോൾ ഐനൻ വരുമ്പോൾ ഈ സേ എ ഐനൻ മാൻ, ഇഹ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, സേ എന്ന് പറയുന്ന വെർബ്, ഐനൻ മാൻ എന്ന് പറയുന്ന ഇവിടെ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഒരു പർട്ടിക്കുലർ അല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. എ മാൻ, ഐ സി എ മാൻ എന്ന് പറയുമ്പോൾ. ഫെമിനിനിൽ ഐനെ, ഇഫ് ട്രഫെ ഐനെ ഫ്രൗ, ഐ മീറ്റ് എ വുമൺ. ഒരു സ്പെസിഫിക് ആയിട്ട് ഒരാളെ അല്ല ഇവിടെ പറയുന്നത്, അതുകൊണ്ടാണ് എ വുമൺ എന്ന് വന്നത്. ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ഐൻ, ഇഫ് കൗഫെ ഐൻ ബുക്ക്, ഐ ബൈ എ ബുക്ക്. നമ്മുടെ പ്ലൂറലിൽ നമുക്ക് ഉൻബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ഇല്ല. നോമിനാറ്റീവ് പോലെ തന്നെ അക്യൂസാറ്റീവിലും നമുക്ക് പ്ലൂറൽ ആർട്ടിക്കിൾ ഇല്ല. അപ്പോൾ അടുത്തത് നെഗാക്സിയോൺ എന്ന് പറഞ്ഞാൽ നോ അല്ലെങ്കിൽ നോട്ട് എനി. അപ്പോൾ നമ്മൾ ഇതിലും നമ്മുടെ മസ്കുലിനിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത്. ഒരു ജസ്റ്റ് ഒരു ഇ എൻ ആഡ് ചെയ്താൽ മതി. അപ്പോൾ മസ്കുലിനിൽ കൈനൻ, ഈ സേ എ കൈനൻ മാൻ. ഇതൊരു നെഗേറ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെഗാക്സിയോൺ യൂസ് ചെയ്യുന്നത്. ഫെമിനിൻ എന്ന് പറയുമ്പോൾ കൈനെ, ഈ ട്രഫെ കൈനെ ഫ്രൗ, ഐ മീറ്റ് നോ വുമൺ. ന്യൂട്രലിൽ കൈൻ, ഈ കൗഫെ കൈൻ ബുക്ക്. പ്ലൂറലിൽ കൈനെ, ഈ സേ എ കൈനെ കിൻഡർ. അപ്പോൾ ഇത് നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെഗാക്സിയോൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ബെസ്റ്റിംറ്റർ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പേഴ്സണിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉൻബെസ്റ്റിംറ്റർ എന്ന് പറയുമ്പോൾ ഒരു നോൺ സ്പെസിഫിക് അല്ലെങ്കിൽ നോൺ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പേഴ്സണിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. നെഗാക്സിയോൺ എന്ന് പറയുമ്പോൾ നോ അല്ലെങ്കിൽ നോട്ട് എനി, നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്.